നല്ല അടിപൊളിയായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കപ്പ മീൻ കറിയാണ്. ഇത് നോർമലി ബീഫ് വെച്ചിട്ടാണ് ചെയ്യൽ. ഇന്ന് മത്തി വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ കപ്പ പൂള എന്നൊക്കെ പറയും അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം ഒരു 3/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇത് വിസിൽ ചെയ്ത ശേഷം വേറെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഉപ്പൊന്നും ചേർക്കാത്തത്. ആ സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ടിത് 3/4 ഒരു വേവാവുന്നത് വരെ നമ്മൾ വിസിൽ ചെയ്തെടുക്കുക. ഒരു 2-3 വിസിൽ മതി. അത് ആ പൂളൻ്റെ കപ്പയുടെ വേവ് അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഏതായാലും ഞാൻ ഒരു 3/4 ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല വട്ടമുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ പൂള ഈ കപ്പ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. കാരണം ഈ വെള്ളത്തിൽ കിടന്നിട്ട് അത് ഇനിയും വേവിക്കാനുണ്ട്. ഈ ടൈമിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് വേവിക്കാനായിട്ട് വീണ്ടും വെക്കണം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അതിനായിട്ട് ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക് 2 എണ്ണം. ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഈ പൂളൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ചമ്മന്തിക്ക് അരയ്ക്കാറില്ലേ, അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നാൽ നല്ലോണം അരഞ്ഞു പോവണ്ട, കുറച്ചൊന്ന് അരച്ചെടുക്കുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ മത്തിയാണ്. ഈ മത്തി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ബീഫിനേക്കാളും നല്ല കോമ്പിനേഷനാണ് പൂളക്ക് മത്തി. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ പൂള കുക്കായി വരുന്നുണ്ട്. പൂള മുഴുവനായിട്ട് കുക്കാവുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കണം. കാരണം ഈ പൂള മുഴുവനായിട്ട് കപ്പ മുഴുവനായിട്ട് കുക്കായി കഴിഞ്ഞിട്ടാണ് മീൻ ചേർക്കുന്നതെങ്കിൽ ഈ കപ്പ മുഴുവനായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അതല്ല നമ്മുടെ പാകം, കുറച്ചൊന്ന് ഇത് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് കുക്കാവുന്ന മുന്നേ തന്നെ ഇതിലേക്ക് മീനിനെ ഇടാം. നമ്മൾ ചെറിയ മീനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വലിയ കുക്കിംഗ് ടൈമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. എന്നിട്ട് ഇതിനെ ഈ മീൻ ഇട്ട ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ഇങ്ങനെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ചെറിയ മീനാണ്. കാരണം ചെറിയ മീനിൽ കുറഞ്ഞ മുള്ളല്ലേ ഉണ്ടാവുകയുള്ളൂ. വലിയ മീൻ എടുക്കുമ്പോൾ വലിയ സൈസ് മുള്ളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കപ്പ പാകമായി തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ അരപ്പ് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ മത്തിക്ക് നല്ല ഫ്ലേവറായിരിക്കും. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അധികം പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വലിയ ജീരകവും മഞ്ഞളും അത്യാവശ്യം മാത്രം ചേർക്കുക. ഉള്ളി അല്പം കൂടിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ സവാള എടുക്കണ്ട, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഇതിൻ്റെ കളർ കാണിച്ചു തരാം. ഇതാണ് ഈ കറീൻ്റെ കറക്റ്റ് കളറ്. ലൈറ്റ് കാരണം കളർ ഇതിൻ്റെ അധികം കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് കളറ്. ഇവിടെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് വെച്ചാൽ ഒന്നുകൂടെ വെള്ളം വറ്റും, ഇതിൻ്റെ വെള്ളം ഒന്നുകൂടെ വറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. മീനെല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ മീനല്ലേ, അപ്പോൾ ആ മുള്ളും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് പൂളയും മീനും കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇതാ നിങ്ങൾ ഈ കാണുന്നത് 15 മിനിറ്റിന് ശേഷമുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ പറയണം, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.